ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകളിലൊന്നായ പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ കടുത്ത പോരാട്ടത്തിനൊടുവിൽ LDF സ്ഥാനാർത്ഥി കെ രാമചന്ദ്രന് വിജയം. 2853 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് സിറ്റിംഗ് MLA കെ രാമചന്ദ്രൻ തുടർ വിജയം നേടിയത്. കെ രാമചന്ദ്രൻ 63,136 വോട്ടുകളും പ്രധാന എതിരാളികളായ UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് 60,253 വോട്ടും NDA സ്ഥാനാർത്ഥി പരമേശ്വരൻ A എന്ന നാഗേഷ് 28,018 വോട്ടുകളും നേടി. മണ്ഡലം പുനർനിർണയത്തിന് ശേഷം LDF മാത്രമാണ് ഇവിടെ വിജയിച്ചത്. 2011-ലും 2016-ലും C രവീന്ദ്രനാഥിനായിരുന്നു വിജയം. 2016-ൽ 38,478 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രിയുമായി. 2021-ൽ രവീന്ദ്രനാഥ് മാറി നിന്നിട്ടും കെ രാമചന്ദ്രൻ 27,000-ന് മുകളിൽ ഭൂരിപക്ഷം ഇവിടെ നേടിയിരുന്നു. ആ കരുത്തിൽ സിറ്റിംഗ് MLA കെ രാമചന്ദ്രൻ ഇത്തവണയും കളത്തിൽ ഇറങ്ങിയപ്പോൾ LDF പുതുക്കാട് മണ്ഡലത്തിൽ ഉറച്ച പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. പ്രധാന എതിരാളി കോൺഗ്രസ് ആണെങ്കിലും പുതുക്കാട് മണ്ഡലത്തിൽ NDA കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 34,000-ലേറെ വോട്ടുകൾ പിടിച്ചത് നിർണായകമായിരുന്നു. 2 വട്ടവും BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച A നാഗേഷിനെ തന്നെ ഇത്തവണയും NDA മത്സരിപ്പിച്ചതോടെ മണ്ഡലത്തിലെ പോരാട്ടം കടുക്കുകയായിരുന്നു. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകൾ മുതൽ കെ രാമചന്ദ്രൻ തന്നെയായിരുന്നു മുന്നിൽ. എന്നാൽ ഭൂരിപക്ഷം കുറഞ്ഞു നിന്നത് LDF ക്യാമ്പുകളിൽ അങ്കലാപ്പുണ്ടാക്കി. 10, 11, 12 റൗണ്ടുകളിൽ UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് മുന്നിലെത്തിയത് കോൺഗ്രസ് ക്യാമ്പിനും ആവേശമായി. പിരിമുറുക്കത്തിനൊടുവിൽ 15, 16 റൗണ്ടുകളിൽ ലീഡ് തിരികെ പിടിച്ച് KKR വിജയിച്ച് കയറി. 2021-ൽ നേടിയ വോട്ടുകളേക്കാൾ 10,000 വോട്ടുകൾ കുറഞ്ഞതാണ് KKRന് ആശങ്കയായത്. അതേസമയം 2021-ൽ നേടിയ 46,012 വോട്ടിൽ നിന്ന് 60,283-ലേക്ക് എത്തി UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് കരുത്തു കാട്ടി. BJPക്കും 7,000-ഓളം വോട്ടുകളുടെ കുറവാണ് ഉണ്ടായത്. ഇലക്ഷൻ ഡെസ്ക് NCTV.